പണ്ടൊക്കെ ഓറഞ്ച് കനകാംബരം, വെള്ള കനകാംബരം, നീല കനകാംബരം ഇതൊക്കെ നാടൻ പൂക്കളായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ പൂക്കൾക്കൊക്കെ പ്രിയം വന്നിട്ടുണ്ട്. ഇത് നീല കനകാംബരം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള നീല കനകാംബരം കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളറായിരുന്നു, ലൈറ്റ് നീല കളറ്. പക്ഷേ ഇപ്പോഴ് ഇത് വയലറ്റും നീലയും ലാവൻഡർ എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്ത് ഒരു നല്ല കളറാണ്. പ്യുവർ നീലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വയലറ്റ് കളറെന്ന് പറയാം. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത ഇത് എപ്പോഴും പൂക്കളുണ്ടാവും. എൻ്റെ ഈ ചെടി ഇപ്പോൾ ഏകദേശം ഒരു 9 മാസമായിട്ടുണ്ട്. ഞാൻ ചെറിയ 2 ബ്രാഞ്ച് കൊണ്ടുവന്ന് നട്ടതാണ്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് പൂക്കുന്നുണ്ട്. നിറച്ച് പൂക്കൾ വരും. അതും ഇപ്പോൾ ഈ ചൂട് സമയത്ത് സമ്മറിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇത് ചട്ടിയിൽ നമുക്ക് വെക്കാം, അതുപോലെ തന്നെ നിലത്ത്. ഞാനിപ്പോൾ നിലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ചെടി ഒരുപാട് വലുതായി. ഇതിൻ്റെ ഡബിൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം, ഇതിൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒടിഞ്ഞു പോവും. അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് വിത്തുമുണ്ട്, വിത്ത് നട്ട് നമുക്ക് മുളപ്പിക്കാം. പക്ഷേ വിത്ത് കിട്ടാൻ കുറച്ച് പാടാണ്. ഇത് ഓറഞ്ച് കനകാംബരത്തിന് ഫയർ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെയും വിത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോവും. അപ്പം നമുക്ക് അത് കളക്ട് ചെയ്യാൻ പാടാണ്. പിന്നെ കുറച്ചൊന്ന് പാകമായി വരുന്ന വിത്ത് എടുത്ത് വെച്ചിരുന്ന് നട്ടു നോക്കണം അത് മുളച്ച് വരുമോ ഇല്ലേന്ന്. പക്ഷേ ഇതിൻ്റെ ബ്രാഞ്ച് നട്ടാൽ മതി, എളുപ്പത്തിൽ നമുക്ക് ഇത് മുളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ചെറിയ ബ്രാഞ്ച് നോക്കി നമുക്ക് എടുത്ത് നട്ട് മുളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് നീളത്തിനുള്ള കുഞ്ഞു ബ്രാഞ്ച് എടുത്തിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ചട്ടിയിലോട്ട് ആദ്യം ഒരു കുഞ്ഞു പോട്ടിൽ വെച്ച് പിടിപ്പിച്ചെടുക്കാം. ഇത് പോട്ടിംഗ് മിക്സറൊക്കെ സാധാരണ ചുവന്ന മണ്ണായാലും മതി. ഇതിൽ ഇങ്ങനെ നമുക്ക് നട്ട് വെച്ചതിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ടൈറ്റാക്കി നട്ടിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു പോട്ടും കൂടെ വെച്ച് കവർ ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇപ്പോൾ ഒഴിച്ച് ഇത്രയും വെള്ളം മതി. അതിന് ശേഷം ഒന്നുകിൽ പ്ലാസ്റ്റിക് കവർ, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു പോട്ട് വെച്ചിട്ട് നല്ല തണലുള്ള സ്ഥലത്ത് വെക്കണം. ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഈ അടച്ചു വെച്ചിരിക്കുന്ന പോട്ട് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ടും തണലത്ത് തന്നെ വെക്കണം. പിന്നെ ഒരാഴ്ചയും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അതിൽ മുള വന്ന് തുടങ്ങും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പിരിച്ച് നടാം, ചട്ടിയുടെ അകത്തോട്ടോ തറയിലോട്ടോ നടാം. പക്ഷെ എന്നാലും ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ടൈപ്പ് കനകാംബരത്തിൽ ഫംഗസോ കീടബാധയോ ഒന്നും കൂടുതലായിട്ടുണ്ടാകുന്ന കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത്രയും പൂക്കളുണ്ടാവുമെങ്കിലും ഈ പൂക്കൾക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഇതിന് വളപ്രയോഗം ഇടയ്ക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാരം ഇട്ട് കൊടുത്താൽ ചെടികൾ നന്നായിട്ട് പൂക്കും. ഈ ചെടി നല്ല കനകാംബരം എന്നല്ല, എല്ലാ ചെടികൾക്കും ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ കൂടുതലുണ്ടാവും.